الحمد لله الذي أنزل آيات بينات الذي أنزل القرآن هدى للناس بينات من الهدى والفرقان والذي نزل القرآن بلسان عربي مبين لعلكم تعقلون ولعلهم يتقون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى جلستنا الجديدة من جلسات دروس اللغة العربية لغير الناطقين بها. وما زلنا نقرأ تمارين من الدرس الرابع، صح؟ وتأملنا اشترى، يشتري، اشتري، اشترى، يشتري، يشتري. وماذا درسنا فيه؟ അതെന്താണ് നമ്മൾ പഠിച്ചത്? ഇഷ്ടറ, ഇഷ്ടരി, ഇഷ്ടരി എന്നതിൽ നമ്മൾ തഅമ്മുലാക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് അതിൽ നമ്മൾ നോട്ട് ചെയ്തത്? ഇഷ്ടറ എന്ന് പറയുമ്പോഴത്തേക്ക് അലിഫാണ്, യഷ്തരി എന്ന് പറയുമ്പോൾ യായാണ്. അലിഫിന് ഒരടയാളവും വരില്ല. യഷ്തരി എന്നതിന് നെസ്ബ് വരുമ്പോൾ അടയാളം വെളിവാകും. ഇഷ്തരി എന്ന് പറഞ്ഞിടത്ത് ഹസ്ഫുൽ ഹർഫാണ്, അക്ഷരം എന്ത് ചെയ്യാണ്? ഒഴിവാക്കപ്പെടുകയാണ്. ഇതാണ് അതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നൊഖ്തത്തു താസിഅ, പോയിന്റ് നമ്പർ 9. നൊഖ്ത അറിയാമല്ലോ, നൊഖ്ത എന്ന് പറഞ്ഞാൽ ഡോട്ട് എന്നാണ്, പോയിന്റ് എന്നും പറയാം. അപ്പൊ പോയിന്റ് നമ്പർ 9 എന്ന് പറഞ്ഞാൽ ഇവിടെ തൻവീനല്ല, മറിച്ച് എന്താണ്? ഒന്നാ ഒരു കാര്യം പറയുക. മാ അന ബിഗാഫിലിൻ. മാ അന ബിഗാഫിലിൻ എന്ന് പറഞ്ഞാൽ അദ്ഹി മാ അന്നാഫിയ. എന്ത് തരം മായാണ്? നഫിയുടെ മായാണ്. നഫിയുടെ മായാണ്, നെഗറ്റീവ് ആയിട്ടുള്ള മായാണ്. നഹിയല്ല. നഹി എന്ന് പറഞ്ഞാൽ പ്രഹിബിഷൻ. നഹ വിലക്കി, നഹി പ്രഹിബിഷൻ. നഫ എൻഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കി. ഞാൻ വരികയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവാണ്. നീ വരരുത് എന്ന് പറയുമ്പം പ്രഹിബിഷനാണ്. അതൊരു ബുക്കല്ല എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് വിലക്കലാണ്. അതാണ് നഹി. നഫി എന്ന് പറഞ്ഞാൽ മാ അന, ഞാനല്ല എന്ന് പറയുന്നത് എന്താണ്? അതൊരു നഹിയാണ്. നഫിയാണ്, നഹിയല്ല. നഫി നെഗറ്റീവ് ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വഹിയ മിൻ അഖവാത്തി ലൈസ. ഈ മാ എന്ന് പറയുന്ന നാഫിയ, നഫിയുടെ മാ എന്താണ്? മിൻ അഖവാത്തി ലൈസ, ലൈസയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. തദ്ഖുലു അലൽ ജുംലത്തിൽ ഇസ്മിയത്തി, അത് നാമവാക്യങ്ങളിൽ വരും. തദ്ഖുലു എന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശിക്കുന്നതാണ്, നാമവാക്യങ്ങളിൽ പ്രത്യക്ഷപ്പെടും എന്ന അർത്ഥത്തിലാണ്. തദ്ഖുലു അലൽ ജുംലത്തിൽ ഇസ്മിയത്തി ഫതർഫഉൽ ഇസ്മ വതൻസിബുൽ ഖബറ. പിന്നെ എന്ത് ചെയ്യും? ഫതർഫഉൽ ഇസ്മ, നമുക്കറിയാം കാന എന്ത് ചെയ്യും? ഇസ്മിനെ റഫ്അ ചെയ്യും. വതൻസിബുൽ ഖബറ, ഖബറിനെ നസ്ബ് ചെയ്യും. വതുസമ്മ മൽ ഹിജാസിയ, അതിന് പറയുന്ന പേരാണ് ഹിജാസിയായ മാ. എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ അനുസരിച്ചുള്ള, നമ്മുടെ മലയാളത്തിലെ മലബാറിലെ പ്രയോഗം എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞ പോലെയാണ്. സ്റ്റേറ്റ് ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ, തൃശ്ശൂർ സ്ലാങ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ശൈലിയിലാണ് എന്നാൽ ഹിജാസിയ എന്ന്. ഹിജാസിയായ മാ, ഹിജാസിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗത്തിലുള്ള മാ. നഹ്വ് മാ ഹാദാ ബശറ. സൂറത്ത് യൂസുഫിൽ പെണ്ണുങ്ങൾ പറഞ്ഞു മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം.
അപ്പൊ മാ ഹാദ ബഷറ എന്ന് പറഞ്ഞെടുത്ത് ബഷറ എന്ന് പറഞ്ഞ കിട്ടി. അപ്പൊ മാ ലൈസയുടെ സഹോദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കാനഡ സഹോദരി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ലൈസ എന്ന് പറയുമ്പോൾ അവർ നെഗറ്റീവ് അർത്ഥം കൂടെ വന്നു, അതുകൊണ്ടാണ്. അപ്പോ മാ ഹാദ, അപ്പോ മായുടെ മുബത്തതയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇസ്മാണ് ഹാദ, അതിന്റെ ഖബറാണ് ബഷർ. അപ്പോ മാ ഹാദ ഇതല്ല, എന്തല്ല, ബഷറല്ല, മനുഷ്യനല്ല. وقد يقترن خبرها بالباء. وقد sometimes, وقد يقترن, ഖദിന് ശേഷം ഫേഡ് മുളാരിയ വന്നാൽ അതിനർത്ഥം ധരിക്കും സംടൈംസ്, ചിലപ്പോൾ. ഖദിന് ശേഷം മാളിയാണ് വരുന്നതെങ്കിൽ ഉറപ്പായി. അത് ബയ്യന്ന, we have already explained. ലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അപൂർണക്രിയയുടെ കൂടെ വന്നാൽ അതെന്താണ്, അപൂർണ്ണ. പൂർണ്ണക്രിയയാണെങ്കിൽ പൂർണ്ണമായിരിക്കും, അപൂർണക്രിയയാണെങ്കിൽ അപൂർണ്ണമായിരിക്കും. ലഖദ് യഖ്തരിനു, sometimes it will come along with യഖ്തരിനു, ചേർന്ന് വരും. യഖ്തറന, ഹാല കരീൻ എന്ന് പറഞ്ഞില്ലേ, കരീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സുഹൃത്ത്, കൂടെയുള്ള ആള്. ഹാല കരീനുഹു. അതേപോലെ യഖ്തറന എന്ന് പറഞ്ഞാൽ ചേർന്ന് വരും. ഖബറുഹ, അതിന്റെ ഖബറിനോട്, അതിന്റെ ഖബർ ചേർന്ന് വരും. ബിൽ ബാഇ, ബാഇനോടൊപ്പം ചേർന്ന് വരും. അസ്ജാഇദതി, ജായിദ് എന്ന് പറഞ്ഞാൽ എന്താ, അഡീഷണൽ ആയിട്ട്. അപ്പൊ മാ നബ്യ ഖാബിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അശ്രദ്ധനെ കൊണ്ടല്ല എന്നല്ല. അവിടെ ബാ എന്താണ്, അൽ ബാഉ ജായിദത്തുൻ, അതെന്താണ്, ഒരു അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഹർഫു ജായിദത്തുൻ, അല്ലെങ്കിൽ ഒരു കലിമത്ത് ജായിദത്ത് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന് ഗ്രാമറ്റിക്കലി there is no stand, അതിന് ഒരു സ്ഥാനവും വ്യാകരണത്തിൽ ഇല്ല എന്നാണ്. അങ്ങനെ ഒരു പ്രയോഗത്തിൽ വരുന്നു, അങ്ങനെ യൂസേജിൽ ഉണ്ടാകും. പക്ഷെ അതിന് എന്തെങ്കിലും ഇസ്മെന്നോ ഖബറെന്നോ അല്ലെങ്കിൽ ഹർഫു ജർ എന്നോ അല്ലെങ്കിൽ ലർഫ് എന്നോ എന്തെങ്കിലും പറയത്തക്ക രീതിയിലുള്ള ഒരു സ്ഥാനം അതിന് ഇല്ല. അതുകൊണ്ടാണ് ജായിദ എന്ന് പറയുന്നത്. ബിൽ ബാഇ ജായിദത്തി, ഒരു എക്സ്ട്രാ ബാ ചേർന്ന് വരും. വമല്ലാഹു ഖാല തആല വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിനെ സംബന്ധിച്ച്. വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധനല്ല. البقرة 74. اقرأ المثال ثم أدخل ما الحجازية على الجمل الآتية. اقرأ المثال, read the example. ഉദാഹരണം വായിച്ചതിന് ശേഷം ثم أدخل, പിന്നീട് എന്ത് ചെയ്യുക, പ്രവേശിപ്പിക്കുക. മൽ ഹിജാസിയ, മൽ ഹിജാസിയത, മ അൽ ഹിജാസിയത. അവിടെ ഹിജാസിയത്തിന് നസ്ബ് വരാൻ കാര്യം എന്താണ്, അദ്ഖിൽ മാ എന്ന് പറയുമ്പോൾ മാ എന്ത് സ്ഥാനത്താണ് ഉള്ളത്, മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്. മായെ പ്രവേശിപ്പിക്കുക. പിന്നീട് അതിന്റെ വിശേഷണമാണ് അൽ ഹിജാസിയ്യത്തു. അപ്പൊ എന്താ വരും, മാക്ക് സാങ്കല്പികമായിട്ട് അവിടെ ഫത്തഹുണ്ട്, അതിന്റെ വിശേഷണം വരുമ്പോൾ അതിന് ഫത്തഹ് ഉണ്ടാവും. അലൽ ജുമലിൽ ആത്തിയ ഇൻ ദ ഫോളോവിംഗ് സെന്റൻസ്. അൻത മുജ്തഹിദുൻ, മാ അൻത മുജ്തഹിദൻ എന്നും പറയാം. മാ അൻത ബി മുജ്തഹിദിൻ. നമുക്കറിയാം ബാ ജായിദായിട്ട് വന്നാലും ജായിദ് അല്ലെങ്കിലും ബാഇന്റെ അമൽ അവിടെ ഉണ്ടാവും. ബാഇന്റെ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഹർഫ് ജറാണ് ബാ. അതുകൊണ്ട് ബാ വന്നാൽ ജായിദാണ് എന്ന് നമ്മൾ പറയും. ജായിദാണെന്ന് പറഞ്ഞാൽ അതിന് ഗ്രാമറ്റിക്കലി ഒരു പൊസിഷൻ ഇല്ല എന്ന് പറയുന്നതേ ഉള്ളൂ. അതേസമയം ബാ വന്നാൽ അവിടെ കസ്ർ വരും. ബാ ഇല്ലെങ്കിൽ മാത്രമേ അതിന്റെ ഖബറിന്റെ അടയാളം വെളിവാകുള്ളൂ. ഇപ്പൊ ബാ ചേർത്ത് പറഞ്ഞാൽ മാ അൻത ബി മുജ്തഹിദി, ഹാർഡ് വർക്കർ അല്ല, പ്രയത്നശാലിയല്ല. ഓക്കെ, അന ഖാരിഉൻ,
മാനത്തെ കാരിയൻ. മാ അന കാരി മാന എൻ എന്നും കാരിയൻ. പറയാം, മാ അന ബി കാരി ഇൻ എന്നും പറയാം. കാരിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വായിക്കാൻ പറഞ്ഞത് എന്ത് പറഞ്ഞു? മാ അന കാരി എന്ന് പറഞ്ഞു, മാ അന ബി കാരി എന്ന് പറഞ്ഞു. മാനബികാരിയൻ. മാ അന ബി കാരി എന്നാ പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാസിലാണ് ഉള്ളത്. അപ്പൊ ഹിജാസിയായ മായാണ്. അപ്പം ഹിജാസിയായ മായാണ്. അപ്പോ ബാ ചേർത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. മാ അന ബി കാരി. അതേപോലെ അസാനി നഹ്നു തുജാറുൻ. മാ നഹ്നു തുജാറൻ. മാ നഹ്നു തുജാറൻ. അതേപോലെ മാ നഹ്നു തുജാരിൻ. ബി തുജാരിൻ. ഹുവ ഖരീബുൻ. هو قريب. ما هو قريبا. ما هو قريبا أو ما هو بقريب. هات مضارع الأفعال الآتية. كفل. يكفل. يكفل. أيهم يكفل مريم سورة آل عمران ഉണ്ട്. ما كنت لديهم إذ يلقون أقلامهم. ആയത്തിലുണ്ടല്ലോ. അതെ, ലിജാസിയ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭാഷ അങ്ങനെയാണോ? അതെ അതെ, പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ, പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ ഹിജാസ് എന്ന് പറയുന്ന ഒരു വിശാലമായ പ്രദേശമാണ്. അതെ അതെ, ആ അർത്ഥത്തിലാണ് ഹിജാസിൽ ഉപയോഗിച്ചിരുന്ന എന്ന അർത്ഥത്തിലാണ്. ബൈത്തിൽ പറയുന്നത് വഫിൽ ഹിജാസി മാക ലൈസ മഅബക നഫീ വതർതീബ ബിംബില ഇൻ മുസ്ലഖ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈത്ത് വെച്ചു. ബൈത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളതൊന്നും ഇപ്പൊ ഓർമ്മയില്ല. അതെ, കഫല യക്ഫുലു. അസിഫ യഅസഫു. വറദ യരിദു. വറദ യരിദു. സബഖ യസ്ബിഖു. ഗഫല യഗ്ഫുലു. യഗ്ഫുലു. എന്താണ്? നഹറ യൻഹറു. വഅമ്മ സായില ഫലാ തൻഹർ എന്ന് പറഞ്ഞപ്പോ ലാ തൻഹർ എന്ന് പറയണമെങ്കിൽ മുളാരിയിൽ ഫത്തഹായിരിക്കണം അല്ലേ? ലാ തൻഹർ, കൽപ്പനക്രിയയിൽ ലാ തൻഹർ അല്ലെങ്കിൽ വിരോധക്രിയയിൽ ലാ തൻഹർ എന്ന് വരുമ്പോ അപൂർണക്രിയയിൽ ഫത്തഹാണ്. നഹറ യൻഹറു. ഫറ യഫിറു. ഫറ യഫിറു. ഫഫിറു ഇലല്ലാഹ്. അപ്പോ ഫിറു എന്ന് കൽപ്പനയിൽ വരണമെങ്കിൽ യഫിറു എന്നായിരിക്കണം. കാരണം യഫിറുവിന്റെ യാ കളഞ്ഞിട്ടാണ് ഫിറ എന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത്. വല്ല യളില്ലു ആണെങ്കിൽ ദില്ല, വന്ന യളില്ലു ആണെങ്കിൽ ദുന്ന. സലഖ യസ്ലഖു. എന്താ അർത്ഥം സലഖ യസ്ലഖു? ബോയിൽഡ്. ബോയിൽ, പുഴുങ്ങുക. ഫലഖ യഫ്ലിഖു. അബറ യഅബുറു. അബറ യഅബുറു. അബറ യഅബുറു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കടന്നു പോവുക, കടന്ന് പോവുക. ഇന്നലെ പറഞ്ഞ ഹദീസിലുണ്ടായിരുന്നു. ഏത്? ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ വാക്ക്? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഏത് പറഞ്ഞു? അബറ യഅബുറു എന്നുള്ള വാക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. അല്ല, കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച. ആബിരി സബീലിൻ എന്ന് പറഞ്ഞില്ലേ? ആബിരി സബീലിൻ, വഴിയാത്രക്കാരനല്ലാത്ത, വഴിയാത്രക്കാരനായിരിക്കെ
ആബിരി സബീലിൻ, വഴി കടന്നു പോകുന്നയാള്. ഹാത്തി ജമ്മൽ അസ്മാൽ ലാത്തിയ യതീമുൻ, യതീമൻ ഐതാമൻ യതാമ ഐതാമുൻ വ യത്താമ, ഐതാമുൻ വ യത്താമ. യതാമ കുഫ്ലുൻ കുഫ്ലുൻ അഖ്ഫാലുൻ അഖ്ഫാലുൻ. അഫല യതദബ്ബറൂന ഖുർആൻ. ബാക്കി എന്താ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അത് ഓർമ്മയില്ലേ? അഫല യതദബ്ബറൂന ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അതില് ആ ഹൃദയങ്ങളിൽ ലോക്കുകൾ ഉണ്ടോ എന്നാണ്. ഫലാ യതദബ്ബറൂന ഖുർആൻ. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ആ ഹൃദയങ്ങളിലൊക്കെയും താഴിട്ട് പൂട്ടപ്പെട്ടിരിക്കുകയാണോ? അതെല്ലാം ലോക്ക്ഡൌണിലാണോ? ജിഹത്തുൻ ജിഹാത്തുൻ ജിഹാത്തുൻ, ഭാഗങ്ങളല്ലേ അതിന്റെ അർത്ഥം? ആ ജിഹത്തുൻ ഭാഗം, ദിക്ക്. ഉം. ജഹത്തു, ഞാൻ ദിക്കിലേക്ക് തിരിഞ്ഞു. ഇതൊക്കെ വജ്ഹുൻ, മുഖം. ആബിദുൻ ആബിദൂന ആബിദൂന. طيب ما هذا؟ വിരലുകളുടെ ഇവിടെ പടം കാണാത്തതാണ്. വിരലുകളുടെ പൊസിഷനാണ് പറഞ്ഞത്. നമ്മുടെ കിതാബിലുണ്ടോ അത്? കിതാബിൽ പടമുണ്ടോ? ആ എന്താ കാണിച്ചിരിക്കുന്നത്? കാണിച്ചിട്ടുണ്ട് കൈപ്പത്തി. ആ അത് തന്നെ. ഓരോ വിരലിന്റെയും വിരലിന്റെ പേരുകളാണ്. ഇബ്ഹാം എന്ന് പറഞ്ഞാല് എന്താണ്? തള്ളവിരൽ. ആ തള്ളവിരല്. തള്ളവിരൽ കഴിഞ്ഞാൽ പിന്നെ ഉന്മുലത്തിൻ. 4 വിരലുകൾ കൂടിട്ടല്ലേ? 4 വിരലുകൾ കൂടി പറയണല്ലേ അത്? അതെ, വിരലുകൾ. അല്ല, ഉന്മുലത്തിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഭാഗമില്ലേ, സൈഡ്. അതിന്റെ അനാമിൽ ഉണ്ടല്ലോ ഖുർആനിലെവിടെയോ അനാമിൽ. ആ ഭാഗത്തിനാണ് ഈ ഭാഗം, ഈ കഷ്ണങ്ങളില്ലേ അതിന്റെ പാർട്സ്, അതാണ് ഉന്മുലത്തിൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗം ഉന്മുലത്തിൻ. നോക്കട്ടെ. തറഫുൽ ഇസ്ബാ, തറഫുൽ ഇസ്ബാ, വിരലിന്റെ അറ്റം. അൽ ജുസ്ഉ ദഖീഖു ഫീ നിഹായത്തി, അതിന്റെ അവസാനത്തിലുള്ള ഭാഗം എന്നാണ് പറഞ്ഞിരുന്നത്. തറഫുൽ ഇസ്ബാ അൽ ജുസ്ഉ ദഖീഖു ഫീ നിഹായത്തിഹി വഗാലിബൻ യുഖ്സദ് ബിഹാ മൗദിഉൽ ബസ്മ അവിൽ ളിഫർ അവിൽ ളുഫർ. മിക്കവാറും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മളിപ്പം തമ്പ് ഇംപ്രഷൻ തമ്പ് ചെയ്യുമ്പോഴത്തേക്ക് മൗദിഉൽ ബസ്മ, ബസ്മ എന്ന് പറഞ്ഞാല് ഈ ഇതിന്റെ ഭാഗം, എന്താ പറയാ, തമ്പ് ഇംപ്രഷൻ ചെയ്യുന്ന അതിനാണ് ബസ്മ എന്ന് പറയുന്നത്. മൗദിഉൽ ബസ്മ, തമ്പ് ഇംപ്രഷൻ ചെയ്യുന്ന ഭാഗം. അല്ലെങ്കിൽ അവിൽ ളുഫർ, അല്ലെങ്കിൽ
നഖത്തിന്റെ ഭാഗം, അതിനാണ് എന്ത് പറയുന്നത്? ഉന്മിലത്തിൻ എന്ന് പറയുന്നു. സബ്ബാബത്ത് എന്ന് പറയുമ്പോ എന്താ? ചൂണ്ടുവിരല്. ചൂണ്ടുവിരല്. ഉസ്ത എന്ന് പറയുമ്പോൾ അറിയാം, വസത്താണ്, നടുവിരല്. പിന്നെ ഉള്ളത് ബിൻസർ, മോതിര വിരല്. അതാണ് മോതിരം ഇടുന്നത്. പിന്നെ ചെറുവിരലാണ് ഹിൻസർ. സലാത്തുൽ ഉസ്ത എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, സലാത്തുൽ സലാത്തുൽ ഉസ്ത എന്ന് പറഞ്ഞാൽ മധ്യമ നമസ്കാരം. ഉസ്ത എന്ന് പറഞ്ഞാൽ വസത്ത് എന്നതിന്റെ, ഔസത്ത് എന്നതിന്റെ സ്ത്രീലിംഗമാണ് ഉസ്ത. ഉസ്ത, ഔസത്ത്. അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ത്രീലിംഗം എന്താ? കുബ്ര. കുബ്ര. അതേപോലെ ഔസത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ത്രീലിംഗമാണ് ഉസ്ത. സലാത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അസ്സലാത്തുൽ ഉസ്ത എന്ന് പറയുന്നത്. മധ്യമ നമസ്കാരം അത് അസർ നമസ്കാരത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ലൊഹർ, അസർ, മഗ്‌രിബ്, ഇശ, അല്ല സുബഹി, ലൊഹർ, മഗ്‌രിബ്, ഇശയ്ക്ക് മധ്യത്തിലുള്ള. ഇവിടെ എന്താണ്? മധ്യവിരൽ, മധ്യവിരൽ ഉസ്ത. പിന്നീട് മോതിര വിരലിന് ബിൻസിർ എന്നും ചെറുവിരലിന് ഹിൻസിർ എന്നും പറയും. പിന്നെ കൈപ്പത്തിക്ക് എന്താ? അവിടെ റാഹത്താണ്. വിശാലമായ ആ ഏരിയക്കാണ് റാഹത്ത് എന്ന് പറയുന്നത്. ആ ഏരിയ. കോൺഗ്രസിന്റെ ചിഹ്നം റാഹത്താണ് അല്ലേ? അത് വിരലെല്ലാം കൂടെ അടങ്ങുന്നതാണല്ലോ. റാഹത്തിന് മുമ്പ് രണ്ടിലേ ഉണ്ടായിരുന്നല്ലോ. വിശ്രമം നടത്തുന്നത്. റാഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം. വിശാലമായ ഏരിയ എന്ന അർത്ഥം, പരന്നു കിടക്കുന്നത് വിശാലമായത് എന്നൊക്കെയുള്ള അർത്ഥം. അന്നേരം റാഹത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ചിലര്. അത് റാഹത്ത് എന്ന് പറഞ്ഞാൽ ശാന്തമാണ് എന്ന അർത്ഥമാണ്. ആ ആ ശാന്തത നൽകുന്ന ഉപകരണത്തിന്റെ പേരാണ് നിർവഹത്ത്. നിർവഹത്ത് അറിഞ്ഞൂടെ? നിർവഹത്ത് എന്താ? കാറ്റ് കൊടുക്കുന്നത്. ഫാൻ. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിലെ പോലെ പുതിയ പുതിയ വാക്കുകളൊന്നും കൊണ്ടുവരണ്ടാവുന്നത്. റാഹത്ത് ആശ്വാസം നൽകുന്നതാണ് നിർവഹത്ത്. സമാധാനം, ആശ്വാസം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് റാഹത്ത് എന്ന് പറയുന്നത്. നമ്മൾ ദർസുൽ ഖാമിസിലേക്ക് പോവാണ്. ദർസുൽ ഖാമിസ്. ഇതില് നമ്മള് നേരത്തെ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ഫോർമേഷൻ ഓഫ് ദ പാസീവ് വോയിസ് പഠിച്ചു. പാസീവ് വോയിസ് ഓഫ് സാലിം, അല്ല പാസീവ് വോയിസ് ഓഫ് സാലിം. സാലിം വെർബ്. സാലിം വെർബ് അറിയാമല്ലോ. സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മലയാളത്തിൽ എന്താ പറഞ്ഞായിരുന്നു നമ്മള്? സുരക്ഷിത അക്ഷരങ്ങളുള്ള എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഒരു ഫിഅലിലെ അക്ഷരങ്ങൾ ദുർബലാക്ഷരമല്ലെങ്കിൽ അതിന് ഫിഅലു സാലിം എന്ന് പറയും. ഫിഅലു സാലിം. ഹംസ്, ഷദ് ദുർബലാക്ഷരങ്ങൾ ഇവ ഇല്ലാത്തതാണ്. ഹംസ് ഉള്ളത് മഹ്മൂസ്, ഷദ് ഉള്ളത് മുളഅഫ്. ഇത് രണ്ടും ഇല്ലാത്തത് സാലിം. ഹംസ്, ഷദ്, ഇത് മൂന്നും ഇല്ലാത്തത് സാലിം. ദുർബലാക്ഷരം എന്ന് പറഞ്ഞാൽ ദുർബലാക്ഷരങ്ങൾക്ക് പിന്നെ കാറ്റഗറി ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ പാർട്ട് പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ദുർബലാക്ഷരങ്ങളുടെ കാറ്റഗറി പഠിച്ചു രണ്ടാമത്തെ പാർട്ടില്.
ഇവിടെ പഠിക്കുന്നത് ഇസ്മുൽ ഫായിലും ഇസ്മുൽ മഫ്ഊലും എങ്ങനെ ഉണ്ടാക്കും എന്നാണ്. ദുർബലാക്ഷരങ്ങളിൽ നിന്നും ഇസ്മുൽ ഫായിലും ഇസ്മുൽ മഫ്ഊലും എങ്ങനെ ഉണ്ടാക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കുന്നത് അജ്വഫ് ആണ്. അജ്വഫ് കേട്ടിട്ടുണ്ടോ? ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൗഫ് വയർ. വയറെവിടെ ഉള്ളത്? മനുഷ്യന്റെ മധ്യത്ത്. അപ്പൊ അജ്വഫ് എന്ന് പറഞ്ഞാല് മധ്യത്ത് ദുർബലാശയം ഉള്ളത്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിലെ പാസീവ് വോയിസ് ആണ് കേട്ടോ. അജ്വഫിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറയുന്നത്. പാസീവ് വോയിസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇസ്മും മഫ്ഊലൊക്കെ ഉണ്ടാക്കിയത്. പാസീവ് വോയിസ് ആണ് പറയാൻ പോകുന്നത്. അതേപോലെ ഇസ്മുൽ ഫായില് സാലിം അല്ലാത്തവയിലെ ഇസ്മുൽ ഫായിൽ. സാലിം അല്ലാത്തവയിലെ ഇസ്മുൽ ഫായിൽ. അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇസ്മുൽ മഫ്ഊൽ, ഇസ്മുൽ ഫായിലും ഇസ്മുൽ മഫ്ഊലും ഏത്? നോൺ സാലിം വെർബ്. സാലിം അല്ലാത്തതിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സാലിം അല്ലാതെ വരുമ്പോൾ ഒന്നുകിൽ ഹംസ ഉണ്ടാവുക, അല്ലെങ്കിൽ ഷദ്ദ ഉണ്ടാവുക, പിന്നെന്താണ്? ദുർബലാക്ഷരം ഉണ്ടാവുക. സാലിം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായത്. സുരക്ഷിതം ഫ്രം വേർ? എന്തിൽ നിന്ന് സുരക്ഷിതമായത്? ഹംസയിൽ നിന്ന്, ഷദ്ദിൽ നിന്ന്, ദുർബലാക്ഷരങ്ങളിൽ നിന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സാലിം ആൻഡ് നോൺ സാലിം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോട്ട്സിൽ. നിങ്ങൾക്ക് അതിൽ നോട്ട്സ് കിട്ടിയല്ലോ, മിക്കവാറും പേര് നോട്ട്സ് വാങ്ങിയത്. അതിന്റെ സമ്മറിയാണ് ഞാൻ വായിക്കുന്നത്. സമ്മറി നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് പാഠം വായിച്ചു നോക്കുമ്പോൾ എക്സാമ്പിൾ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാവും. ഫി മക്തബി മുദീരി മഅഹദിൽ ലുഗത്തിൽ അറബിയ്യ. ഫി മക്തബി മുദീരി മഅഹദി ലുഗത്തിൽ അറബിയ്യ. എത്ര ഇളാഫത്തുണ്ടെന്ന് നോക്കിയേ. ഫി മക്തബി മുദീരി, മുദീറിന്റെ മക്തബ്. മുദീറിന്റെ മക്തബ്. ഏത് മുദീർ? മഅഹദിന്റെ മുദീർ. ഏത് മഅഹദ്? ലുഗത്തിന്റെ മഅഹദ്. ഓക്കെ. എങ്ങനെയുള്ള ലോകത്ത്? അൽ അറബിയ്യത്തായ ലോകത്ത്. അൽ അറബിയ്യത്തായ ലോകത്ത് എന്ന് പറയുന്നത് ലോകത്തിന്റെ വിശേഷണമാണ് അൽ അറബിയ്യത്ത്. പിന്നെ മഅഹദിനെ ലോകത്തിലേക്ക് ഇളാഫത്ത് ചെയ്തു, മുദീറിനെ മഅഹദിലേക്ക് ഇളാഫത്ത് ചെയ്തു, മക്തബിനെ മുദീറിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ അറബി ഭാഷയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുദീറിന്റെ ഓഫീസ്. മഅഹദ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. മഅഹദ്. യുസ്മഉ തർക്കുൻ അലൽ ബാബി. തർക്കെന്താ? മുട്ടൻ. തുറക്ക തുറക്കൂ. തർക്കുൻ. യുസ്മഉ. യുസ്മഉ എന്താ? കേൾക്കപ്പെടുന്നു. അലൽ ബാബി, വാതിൽ ഒരു മുട്ട് കേൾക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞാൽ ഒരു മുട്ട് കേൾക്കുന്നു എന്ന് നമ്മൾ പറയും. അൽ മുദീർ.
അപ്പൊ മുദീർ പറഞ്ഞു ഉദ്ഖുൽ കമോൺ യദ്ഖുലു ഷാബുൻ വയുസല്ലിമു. അപ്പൊ ഡോറിൽ മുട്ടുകെട്ടതേ ഉള്ളൂ, ആളെയൊന്നും കണ്ടില്ല. അപ്പൊ അവിടെ ഡോറ് മിക്കവാറും അടഞ്ഞായിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, AC റൂമാണ്, അതുകൊണ്ട് അടച്ചിട്ടുണ്ടാവുക. യദ്ഖുലു ഷാബുൻ വയുസല്ലിമു. യദ്ഖുലു ഷാബുൻ വയുസല്ലിമു എന്താ അർത്ഥം? യുവാവ് പ്രവേശിച്ചു, ഒരു യുവാവ് പ്രവേശിക്കുന്നു, ഒരു യുവാവ് ചെല്ലുന്നു. പ്രവേശിക്കുന്നു. യദ്ഖുലു ഷാബുൻ വയുസല്ലിമു. നമ്മൾ നാടകം പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കുക. വയുസല്ലിമു അദ്ദേഹം സലാം പറയുന്നു, യുവാവ് പ്രവേശിക്കുന്നു, സലാം പറയുന്നു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്വാലിബുൻ ജദീദുൻ അൻത. സലാം മടക്കിയ ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, അത്വാലിബുൻ ജദീദുൻ അൻത, ആർ യു എ ന്യൂ സ്റ്റുഡന്റ്? നീ ഒരു പുതിയ സ്റ്റുഡന്റ് ആണോ? ഷാബുൻ ലാ അന ജാഇറുൻ. അല്ലല്ലല്ല, അന ജാഇറുൻ. എന്താണ്? സന്ദർശകൻ, എന്താണ്? സന്ദർശകൻ, വിസിറ്റർ. അന വിസിറ്റർ, അന ജാഇറുൻ. അൽ മുദീർ അഹ്ലൻ വസഹ്ലൻ ജിലിസ് മിൻ അയ്ന അൻത. വെൽക്കം, ജിലിസ് ഇരിക്കൂ. മിൻ അയ്ന അൻത, നീ എവിടെ നിന്നാണ്? അപ്പൊ ഇവിടെ ഇജിലിസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇജിലിസ് എന്ന് പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ് ആ ചെറുപ്പക്കാരനോട് ഇജിലിസ് എന്ന് പറഞ്ഞത്. സാധാരണ പറയുമ്പോഴത്തേക്ക് ഇജിലിസ് എന്ന് ഉപയോഗിക്കാറില്ല. ഇസ്തരിഹ് എന്നോ അല്ലെങ്കിൽ ഫദ്ദൽ എന്നോ അതുപോലുള്ള എന്തെങ്കിലും വാക്ക്, ഔപചാരിക വാക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും പറയുക. നമ്മളൊരു ഗസ്റ്റ് വന്ന ഉടനെ ഇജിലിസ് എന്ന് പറഞ്ഞത്. നമുക്കൊരു ഗസ്റ്റ് വന്നാൽ ആ ഗസ്റ്റിനോട് നമ്മൾ ഇജിലിസ് എന്നല്ല പറയുന്നത്. ഇസ്തരിഹ് എന്ന് പറഞ്ഞാൽ ടേക്ക് റെസ്റ്റ് എന്നാണ് ഇസ്തരിഹ് എന്ന് പറഞ്ഞാൽ. ഇസ്തറാഹ, റാഹത്തെടുക്കൂ എന്നാണ് ഇസ്തരിഹ്. അതേപോലെ ഫദ്ദൽ എന്ന് പറഞ്ഞാൽ ഇതാ താങ്കൾ ഉപവിഷ്ടനായാലും എന്നൊക്കെ പറയുമ്പോൾ ഉപവിഷ്ടൻ എന്ന് പറയുന്ന വാക്കൊന്നും ഉപയോഗിക്കില്ല. അങ്ങനെ അതാണ് ഔപചാരികത. അപ്പൊ ഇജിലിസ് മിനാനന്ത് അഹ്ലൻ വസഹ്ലൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മിനാനന്ത് വേറെ ഫ്രം, നീ എവിടെ നിന്ന് വരെയാണ്? അന പാകിസ്ഥാന, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വരെയാണ്. അന മുഹാദിറുൻ ഫി മഅഹദിൽ ലുഗത്തിൽ അറബിയ്യത്തി ബിലാഹോർ. ഞാൻ എന്താണ്? ലാഹോറിലെ അറബി ഭാഷയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെക്ചറാണ്. ലെക്ചറാണ്. മുഹാദിർ പ്രസന്ററാണ്, പ്രസന്റ് ചെയ്യുന്ന ആള്. പ്രസന്റ് ചെയ്യുക പറഞ്ഞാൽ ലെക്ചർ സമർപ്പിക്കുന്ന ആളാണെന്ന് അർത്ഥം. വിഷയം സമർപ്പിക്കുന്ന ആള് എന്ന അർത്ഥത്തിലാണ് മുഹാദിർ എന്ന് പറയുന്നത്. ഓക്കെ. ഫി മഅഹദിൽ ലുഗത്തിൽ അറബിയ്യത്തി ബിലാഹോർ. ബിലാഹോറ. അപ്പൊ ലാഹോർ എന്താണ്? ഗൈറു മുൻസരിഫാണ്. ലന്നഹു കലിമത്തുൻ അജമുൻ. അതെന്താണ്? അനറബി പദമായതുകൊണ്ട് എന്ത് ചെയ്തു? അത് സർഫ് ചെയ്യപ്പെടുന്നതല്ല. ജിഅതു ഹാജൻ. ഞാൻ എന്ത് ചെയ്തു? ജിഅതു ഹാജൻ. എന്താ അർത്ഥം? തീർത്ഥാടകനായി വന്നു. ഞാനൊരു തീർത്ഥാടകനായിട്ടാണ് വന്നത്. ഹജ്ജൻ, ഹജ്ജ. അപ്പോ ഹജ്ജ യഹുജുവിന്റെ ഇസ്മുൽ ഫായിലാണ് എന്ത്? ഹാജുൻ. ഹാജുൻ. അപ്പൊ ജിഅതു ഹാജൻ, ഞാനൊരു തീർത്ഥാടകൻ എന്ന നിലയിലാണ് ഞാൻ വന്നത്. ഹാജുൻ എന്ന ഇസ്മു ഫായില്, ഹജ്ജ യഹുജു എന്ന മുളഅഫായ ക്രിയ, ശ്രദ്ധുള്ള ക്രിയയിലെ ഇസ്മു ഫായിലായിട്ടാണ് എന്ത് വന്നത്? ഹാജുൻ.
വഗ്തനംതു ഹാദിഹിൽ ഫുർസത. ഇഗ്തനം എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഹദീസിലുണ്ട് ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ എന്ന് പറഞ്ഞിട്ട്. എന്നാണ് സർ? ഇഗ്തനമ യഗ്തനിമു, ഇഖ്തലഫ യഖ്തലിഫു. നമ്മൾ ഒരു വാക്ക് കിട്ടുമ്പോൾ നമ്മൾ 17 ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. ആ 17 ഗ്രൂപ്പിൽ ഏതാണെന്നോ നോക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ അടയാളങ്ങൾ കിട്ടും. ഇഗ്തനമ യഗ്തനിമു, ഇഖ്തലഫ യഖ്തലിഫു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇഗ്തനംതു, ഞാൻ യൂട്ടിലൈസ് ചെയ്തു. ഹാദിഹിൽ ഫുർസത, ഫുർസത്ത് എന്താണ്? അവസരം, ചാൻസ് അല്ലെങ്കിൽ അവസരം. ഞാൻ ഈ ചാൻസ് അല്ലെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്തി. ഇഗ്തനംതു ഫുർസത്തുൻ, അവസരം, ചാൻസ് കേട്ടോ. ഫുർസത്തുൻ അവസരം അല്ലെങ്കിൽ ചാൻസ്. ലിസിയാറത്തി മഅഹദികും അഷ്ശഹീർ. ഷഹീർ എന്താ? ഫേമസ്. ഞാൻ നിങ്ങളുടെ പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി. ഖീലലി, ഖീല, അപ്പൊ കാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. കാല എന്ന അജൂഫായ മധ്യത്ത് ദുർബലാക്ഷരമുള്ള ക്രിയയുടെ പാസീവ് വോയിസ് എന്താണ്? ഖീല. കാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. കാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. അപ്പൊ ഖീലലി, എന്നോട് പറയപ്പെട്ടു. അന്നഹു അഹ്സനു മഅഹദിൻ ലിതഅലീമിൽ ലുഗത്തിൽ അറബിയ്യത്തി ലിഗൈരി നാതിഖീന ബിഹാ. ഇന്നഹു, ഇന്നഹു കാലയ്ക്ക് ശേഷം ഇന്നയാണ് വരേണ്ടത്. ഖീല എന്ന് പറയുമ്പോൾ കാലയുടെ ഒരു രൂപഭേദമാണല്ലോ. ഖീലലി, എന്നോട് പറയപ്പെട്ടു. ഇന്നഹു എന്തെന്നാൽ അഹ്സനു മഅഹദിൻ, ഇത് നിങ്ങളുടെ മഅഹദ് ഏറ്റവും നല്ലതാണ്. എന്തെന്നാൽ അത് എന്നാണ്. നഹു എന്ന് പറയുമ്പോൾ അബൌട്ട് ദാറ്റ്, അത് അഹ്സനു മഅഹദിൻ, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന്. ഈ തഅലീമിൽ ലുഗത്തിൽ അറബിയ്യത്തി, അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയുള്ള. ആർക്ക്? ലിഗൈരി നാതിഖീന ബിഹാ, അതിന്റെ മാതൃഭാഷ അല്ലാത്തവർക്ക്. നാതിഖ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നവർ. ലിഗൈരി നാതിഖീന എന്ന് പറഞ്ഞാൽ അത് ഉച്ചരിക്കാത്തവർക്ക് എന്ന് പറഞ്ഞാൽ നോൺ സ്പീക്കേഴ്സ്. ലിഗൈരി നാതിഖീന ബിഹാ, നോൺ സ്പീക്കേഴ്സ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഫഉഹിബ്ബു, so I would like അൻ അത്തലഅ. ഇത്തലഅ എന്താണ്? ഫത്തലഅ ഫറആഹു ഫീ സവാഇൽ ജഹീം എന്ന് കേട്ടില്ലേ? ഇത്തലഅ എത്തി നോക്കി. പിന്നെ തത്തലഅ അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ. ഇത്തലഅ എന്ന് പറഞ്ഞാൽ എത്തി നോക്കിയെന്നാണ് ശരിക്കും അർത്ഥം. അവിടെ എന്താണ്? എത്തിച്ചേർന്നു എന്ന്. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളോളം കടന്നു ചെല്ലുന്നതാണ്. ഇവിടെ എന്താണ്? ഫഉഹിബ്ബു അൻ അത്തലിഅ, ഞാനൊന്ന് കണ്ണോടിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് കണ്ണോടിക്കാൻ? അലാ മനാഹിജിഹി, മൻഹജ് സിലബസ്, മൻഹജ് സിലബസ്. പിന്നെ വിശ്വാസ പ്രമാണം എന്നൊക്കെ പറഞ്ഞിട്ട് മൻഹജ് കേരളത്തിൽ ഭയങ്കര ചർച്ചയാണ്. മൻഹജ്, അവര് മൻഹജിൽ നിന്നും വ്യതിചലിച്ചു പോയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഭയങ്കര ചർച്ചയാണ് മൻഹജിനെ കുറിച്ച്. അതായത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈശാ നബി
ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരു ഉദ്ധരണി പറയപ്പെടുന്നുണ്ട്. അവർ കട്ടുറുമ്പിനെ എടുത്തു കാണിക്കുകയും ഒട്ടകത്തെ അപ്പാടെ വിഴുങ്ങുകയും ചെയ്യും. കുടിക്കുന്ന കഞ്ഞിയിൽ കട്ടുറുമ്പുണ്ട്, കിടപ്പുണ്ട്, അതേപോലെ ഒട്ടകവും കിടപ്പുണ്ടെങ്കിൽ ഒട്ടകത്തെ അപ്പാടെ വിഴുങ്ങുകയും കട്ടുറുമ്പിനെ എടുത്ത് ഭയങ്കരമായി ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ നാട്ടിൽ വാജിബായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച വളരെ കുറവും, വാജിബിന് താഴെയുള്ള സുന്നത്തായ കാര്യങ്ങൾ വാജിബും ഉണ്ടാവും, അല്ലാത്തവയും ഉണ്ടാവും. വാജിബായ കാര്യങ്ങളെ കുറിച്ച് ചർച്ചയൊക്കെ കുറവാണ്. ഇപ്പൊ തജ്വീദ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഖുർആൻ പാരായണം, അതിലൊക്കെ എത്ര തെറ്റ് വരുത്തിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ കൈ കെട്ടുന്ന എവിടെയായിരിക്കണം? അവിടെ തന്നെ ആയിരിക്കണം. ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായി? അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഓരോന്നിന്റെയും സ്ഥാനം വെച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത്. അതേപോലെ ചർച്ചയാണ് മൻഹജിനെ കുറിച്ചുള്ള ചർച്ച. അപ്പോ മൻഹജ് എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസ പ്രമാണത്തിന് ജീവിത സംഹിത എന്ന അർത്ഥത്തിൽ മൻഹജ് പറയും. ജീവിതത്തിന്റെ മൻഹജ് അല്ല ഇവിടെ പറയുന്ന മൻഹജ്. ഇവിടെ പറയുന്ന മൻഹജ് കരിക്കുലം. ആ കരിക്കുലത്തെ കുറിച്ചാണ് ഇവിടെ മൻഹജ് എന്ന് പറയുന്നത്. സിലബസ്, പാഠ്യപദ്ധതി. ഉഹിബ്ബു അൻ അത്തലിഅ അലാ മനാഹിജിഹി, അതിലെ സിലബസുകളെ കുറിച്ച് ഒന്ന് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുത്തുബിഹി, അതിലെ പുസ്തകങ്ങളും. അൽമുദീർ, മർഹബൻ ബിക്, യു ആർ വെൽക്കം. വെൽക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണാം, നോക്കാം. മസ്മുക്ക്, എന്താ താങ്കളുടെ പേര്? ഇർഷാദ്. ഇസ്മി മഹ്ദി ഇബ്നു അബ്ദുൽ ഹാദി. എന്റെ പേര് മഹ്ദി അബ്ദുൽ ഹാദി എന്നാണ്. അൽമുദീർ, യദ്റുസു ഫീ മഅഹദിന, ഞങ്ങളുടെ എന്തായിരിക്കും അർത്ഥം? ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു. ദാരിസൂൻ. ഇപ്പൊ ദറസ യദ്റുസുവിന്റെ ഇസ്മു ഫായിലാണ് ദാരിസ്. ദറസ യദ്റുസു പഠിച്ചു, ദാരിസ് സ്റ്റുഡന്റ്. ത്വലബ യത്ലുബു, ത്വാലിബ് അതിന്റെ ബഹുവചനം തുല്ലാബ്, അങ്ങനെയും പറയാം. ത്വലബ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തു, യാചിച്ചു. താലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, യാചകൻ, വിദ്യ യാചിക്കുന്നവനെന്നാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞത്. അതേപോലെ താലിബ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലാണ്. ദർസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു, ദർസ് പാഠം. ദാരിസൂൻ സ്റ്റുഡൻസ്. മിൻ മുഅ്ളമി, മുഅ്ളം എന്താ പറഞ്ഞത്? നമ്മൾ മുമ്പ് കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നില്ല മുഅ്ളം, സിംഹഭാഗം എന്നൊക്കെ പറയുന്ന പോലെ. മുഅ്ളമി ബിലാദിൽ ആലം, ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളിൽ നിന്നും. ബിലാദുൽ ആലം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലെ ലോകത്തെ നാടുകൾ എന്നർത്ഥം. ലോകരാഷ്ട്രങ്ങൾ എന്ന അർത്ഥത്തിലാണ് ബിലാദ് എന്ന് വിളിക്കുന്നത്. യതറാവഹു അദദുഹും, തറാവഹ എന്ന് പറഞ്ഞാൽ ഏകദേശം. ആ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലുള്ള ഒരു ഏകദേശമാണ് തറാവഹ. നേരത്തെ നമ്മൾ റാഹത്തെടുത്തില്ലേ, അതേപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടല്ല, രണ്ട് അറ്റങ്ങൾക്കിടയിൽ. അതിനാണ് നമ്മൾ മലയാളത്തിൽ ഏകദേശം എന്നോ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് ആണ് തറാവഹു.
ശരാശരി. എന്താണ്? ശരാശരി എന്ന് പറയും. അത് തന്നെ, ശരാശരി. ആവറേജ് ശരാശരി. എത്രാവഹു അദദുഹും. അതത് എന്താണ്? എണ്ണം. അവരുടെ എണ്ണം. ബൈന അർബഇ മിഅതി. ബൈന വന്നുകൊണ്ടാണ് അർബഇന് കസ്ർ കൊടുത്തത്. അർബഇ മിഅതിൻ വഖംസീൻ. 500. ഒരെന്തെന്ന് പറയുന്നത് അർബഇ വഖംസീനാണ്. പിന്നെ വഖംസിമിഅത്തിൻ 450-നും 500-നും ഇടയ്ക്ക്. ശരാശരി 450-നും 500-നും ഇടയ്ക്ക് അവരുടെ എണ്ണം വരും. എത്രാവഹു അദദുഹും. ശരാശരി അവരുടെ എണ്ണം ബൈന 450 വഖംസിമിയ. ആദ്യം പറഞ്ഞത് 450-ന്റെ കൂടെയുള്ള വായാണ്. രണ്ടാമത് പറഞ്ഞത് വേറെ വായാണ്. 450 വഖംസിമിയത്തിൻ. 450-നും 500-നും ഇടയ്ക്ക് വരും അവരുടെ ശരാശരി എണ്ണം. മുദ്ദത്തു ദിറാസത്തി ഫീഹി. മുദ്ദത്തു ദിറാസത്തി ഫീഹി. അതിലെ മുദ്ദത്ത് എന്താ? ഡ്യൂറേഷൻ. മുദ്ദത്ത്. മുദ്ദത്ത് ദിറാസത്തി പഠന കാലയളവ്. ഫീഹി അതിൽ. സനത്താനി 2 വർഷമാണ്. നമ്മളെ ആഴ്ച ഒരു ക്ലാസ് പഠിക്കുന്ന പോലെയല്ലേ, അവരെല്ലാ ദിവസവും പഠിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് 2 വർഷമാണ് അതിന്റെ കാലയളവ്. ഹാദിഹി നുസ്ഖത്തുൻ മിനൽ മനാഹിജി. ദിസ് ഈസ് എ കോപ്പി ഓഫ്. നുസ്ഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നുസ്ഖത്തുൻ എ കോപ്പി. നുസ്ഖത്തുൻ ഒരു കോപ്പി. മിനൽ മനാഹിജി സിലബസിൽ നിന്നുള്ള ഒരു കോപ്പിയാണ്. സിലബസിന്റെ ഒരു കോപ്പി. വഹിയ ഹദിയ്യത്തുൻ ലക്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ യു. വഹിയ ഹദിയ്യത്തുൻ ലക. വഹാദിഹി ബഅദു കുതുബിന. These are a few books. These are some of our books. ഹദിഹി ബഅദു ചില കുതുബിന ഞങ്ങളുടെ പുസ്തകങ്ങൾ. ഞങ്ങളുടെ പുസ്തകങ്ങളിൽ ചിലതാണ്. മഹ്ദി. അതിന്റെ പേരെന്താ പറഞ്ഞ്? മഹ്ദി ഇബ്നു അബ്ദുൽ ഹാദി എന്ന് പറയുന്നത്. അപ്പൊ മഹ്ദി പറയാണ്, ഐന യുംകിനുനി ശിറാഉ ഹാദിഹിൽ കുതുബ്. ഐന യുംകിനുനി, എനിക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കഴിയുന്നത്? ഫ്രം വേർ ക്യാൻ ഐ ബൈ ദീസ് ബുക്സ്? ഷിറാഉ. ഷിറാഉ. ഷറാ യശ്രി. ഷിറാഉ. ഇഷ്തറാ യശ്തരി. ഇഷ്തിറാ. ഷറാ യശ്രി. ഷിറാ. എവിടെ നിന്ന് എനിക്ക് വാങ്ങാൻ പറ്റും? ഷറാ അല്ല, ഷറാ യശ്രി. ومن الناس من يشري نفسه ابتغاء مرضات الله. من الناس من يشري نفسه ابتغاء مرضات الله. البقرة لله. ومن الناس من يعجبك ومن الناس من يعجبك قولهم في الحياة الدنيا ويشهد الله على ما في قلبه എന്നറിയില്ലേ? അതിന്റെ അടുത്ത ആയത്തിലുണ്ടാവും. അപ്പൊ എന്താണ്? ഷറാ യശ്രി. ഷറാ യശ്രി. ഇഷ്തറ യഷ്തരി എന്ന് പറയുന്ന പോലെ തന്നെ ഇഷ്തറയുടെ താ ഇല്ലെന്നേ ഉള്ളൂ. ഇഖ്തലഫ ഗ്രൂപ്പ് അല്ല, മറിച്ച് എന്താണ്? ഷറാ യശ്രിയാണ്. 3 അക്ഷരമുള്ള ഷറാ യശ്രി. ഹദായഹ്ദി പോലെ. അപ്പൊ ഷിറ എന്നാണ്. മസ്തർ അല്ലേ? ഷിറ ആണ് ക്രിയാധാതു.
ഈ പുസ്തകങ്ങൾ എനിക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റും? അൽമുദീർ. ഹാദിഹൽ കുത്തുബു ലാ തുബാഉ. അപ്പോ ബാഅ യബീഉ എന്ന മധ്യത്ത് ദുർബലാക്ഷരമുള്ള ക്രിയയാണ് ബാഅ യബീഉ. ഷറാഇശ്രി എന്നത് അവസാനത്തെ ദുർബലാക്ഷരമുള്ള ക്രിയയാണ്. ബാഅ യബീഉ എന്നത് മധ്യത്ത് ദുർബലാക്ഷരമുള്ള ക്രിയയാണ്. അപ്പൊ ബാഅ യബീഉ, യബീഉ വിൽക്കുന്നു, യുബാഉ വിൽക്കപ്പെടുന്നു. കാലയുടെ മജ്ഹൂൽ എന്ത് പറഞ്ഞു? ഖീല എന്ന് പറഞ്ഞു. ഇല്ല. അപ്പൊ യഖൂലു എന്നത് യുഖാലു എന്ന് പറയണം. യഖൂലു യുഖാലു. അപ്പോ യബീഉ ഖാല യഖൂലു. ഇവിടെ ബാഅ യബീഉ, ബാഅ യബീഉ. അപ്പൊ നമ്മള് യാ വരുന്ന അപൂർണ ക്രിയയിൽ യാ വരുന്ന ക്രിയല്ലേ, അത് എഴുതി വെച്ചോളണം. ബാഅ യബീഉ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പറ്റി നമുക്ക് കിട്ടിയില്ലായിരുന്നു. മധ്യത്ത് ബാഅ യബീഉ പോലെ നാമു അറിയാം, നമുക്ക് ഹാഫ് യഖാഫു അറിയാം, ഖാല യഖൂലു അറിയാം. ഇത് ജാദ യസീദ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ബാഅ യബീഉ. ബാഅ യബീഉ. അപ്പോ യബീഉ എന്താവും? യുബാഉ. ലാ തുബാഉ. കുത്തുബ് ബഹുജനമായതുകൊണ്ട് ഹാദിഹിൽ കുത്തുബു ലാ തുബാഉ, ഈ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നതല്ല. യുംകിനുകൽ ഹുസൂലു അലൈഹ മജ്ജാനൻ മിൻ മർകസി ശുഊനി ദഅവതി. യുംകിനുക, it is possible for you. യുംകിനുക അൽ ഹുസൂലു, ഹസല യഹ്സുലു, ലഭിച്ചു. അൽ ഹുസൂലു ലഭിക്കൽ. യുംകിനുക അൽ ഹുസൂലു. ഹസല ലഭിച്ചു, ഹസല യഹ്സുലു ലഭിച്ചു. അൽ ഹുസൂലു ലഭ്യമാകും. യുംകിനുക്കൽ ഹുസൂലു നിനക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അലൈഹ അൽ ഹുസൂലു അലൈഹ അതിനെ ലഭിക്കാൻ നിനക്ക് പറ്റും. മജ്ജാനൻ, മജ്ജാൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ഓഫ് കോസ്റ്റ്, സൗജന്യമായി. സൗജന്യമായി നിനക്ക് ലഭിക്കും. വിതൗട്ട് പേയ്മെന്റ്, ഫ്രീ. മിൻ മർക്കസി ശുഊനി ദഅവതി. ശുഊൻ എന്താണ്? ഷഅനിന്റെ കാര്യമാണ്. ഷഅനിന്റെ ബഹുവചനമാണ് ശുഊൻ. ഷഅനിന്റെ ബഹുവചനമാണ് ശുഊൻ. അപ്പൊ ഷഅൻ എന്ന് പറഞ്ഞാൽ കാര്യം. ഷഅന് ഖുർആൻ വായിച്ചിട്ടുണ്ടോ? എന്താണ്? വേറെ എവിടെ വായിച്ചിട്ടുണ്ട്? കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. വായിച്ചിട്ടില്ലേ? കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ വായിച്ചിട്ടില്ലേ സൂറത്തുർ റഹ്മാനിൽ? അപ്പൊ ഷഅന്റെ ബഹുവചനം ശുഊൻ. അപ്പൊ ഇവിടെ എന്താണ്? ശുഊനു ദഅവത്ത് എന്ന് പറഞ്ഞാൽ പ്രബോധന കാര്യാലയം, മർക്കസ്, കേന്ദ്രം, പ്രബോധന കാര്യങ്ങളുടെ കേന്ദ്രം. അപ്പൊ നമ്മൾ മലയാളത്തിലെ പ്രബോധന കാര്യാലയം എന്ന് പറയാം. മർക്കസ് ശുഊനി ദഅവതി. ശുഊൻ എന്ന് പറയാം അഫയേഴ്സ്, കേട്ടാ? ശുഊന് മർക്കസി ശുഊനി ദഅവതി. ഫുർസ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഫുർസ ഓപ്പർച്യൂണിറ്റി എന്ന് എഴുതിയത്. ഫുസൂൽ എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻ, കരസ്ഥമാക്കാം.
ഇപ്പൊ ഈ ദുർബലാക്ഷരങ്ങളുടെ പിന്നെ അപൂർണക്രിയയിൽ വരുന്ന എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും മജൂല് അല്ലേ? എങ്ങനെ ദുർഭാഷക്രിയന്റെ ഇപ്പൊ കാല എന്ന് പറയുന്നുണ്ട്, ബാ എന്ന് പറയുന്നുണ്ട്, കാല യക്കൂലു, ബാ യബിയു, കാല യക്കൂലു എന്ന് പറയുമ്പോഴും ബാ യബീഉ എന്ന് പറയുമ്പോഴും ഒരേ രീതിയിലാണ് മജ്ഹൂൽ എടുക്കുന്നത്. മജൂല് ഒരേപോലെ. മജ്ഹൂൽ യഖൂലു യുഖാലു, യബീഉ യുബാഉ. നമുക്കറിയാം അറബി യദ്രിബു, നസറ യൻസുറു എന്തായിരുന്നാലും നസറ യൻസുറു നുസിറ, സമീഅ യസ്മഉ ആയിരുന്നാലും സുമിഅ, തുടക്കസ ആയിരുന്നാലും സുമിഅ എന്നാണ് പറയുക. ലറബ യദ്രിബു, ലറബ ളുരിബ, സമിഅ സുമിഅ, യദ്രിബു യുദ്റബു, യൻസുറു യുൻസറു, യഫ്തഹു യുഫ്തഹു. അവിടെ ഫത്തഹ മാറുന്നില്ല. അതേപോലെ മജ്ഹൂൽ ഒരേ രൂപത്തിലാണ് എല്ലാത്തിലും വരുന്നത്. മർക്കസ് ഷൂന് ദഅവ എന്ന് പറഞ്ഞാല് സെന്റർ ഓഫ് ദഅവ അഫയേഴ്സ് എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് കൊടുക്കുന്നത്. യദ്ഖുലു ആരാ വരുന്നത്? വേറല്ല എന്റെ ബുക്കില്. യദ്ഖുലു സാഖിൻ വയസ്ബു. യദ്ഖുലു സാഖിൻ. സാഖ് എന്താണ്? സഖ കുടിച്ചു. സഖ എന്താ? കുടിച്ചു എന്നാ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി. ദാഹിച്ചോ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി എന്ന് പറഞ്ഞാല് കുടിപ്പിച്ചു. അപ്പൊ യദ്ഖുലു സാഖിൻ, സഖ യസ്ഖു, സഖ യസ്ഖി, സഖ യസ്ഖി. സഖ യസ്ഖി രണ്ടു വാക്കും സഖ യസ്ഖി. സഖ യസ്ഖി എവിടെ വന്നിട്ടുണ്ട് ഖുർആനില്? വഅമ്മൽ ആഖറു ഫയസ്ഖി റബ്ബഹു ഖംറ, അല്ല യഅ്സുറു ഖംറ. ഫയസ്ഖി യസ്ഖി വന്നിട്ടുണ്ടല്ലോ. യഅ്സുറു ഖംറ. വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ഫിയത്ത്. ഏത്? വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ഫിയത്ത്. لا تسقي الحرث ولا لا تسقي الحرث. سقى يسقي. لا تسقي. من رحيق مختوم. يسقون من رحيق. അവിടെയൊക്കെ സഖാ യസ്കി വന്നിട്ടുണ്ട്. യദ്ഖുലു സാഖിൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫീഡർ വന്നു. ഫീഡർ കുടിപ്പിക്കുന്ന ആൾക്ക് എന്താ പറയാ? കുടിപ്പിക്കുന്ന ആൾ വന്നു. യസുബ്ബു ലഹുമാ, അവർ രണ്ടുപേർക്കും ഒഴിച്ചു കൊടുക്കുന്നു. അൽ ഖഹ്വത, കോഫി. അപ്പൊ കോഫിയുടെ കപ്പ് അവിടെ കൊണ്ടുവച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഗഹ്വ ഒഴിച്ചു കൊടുക്കുന്നു. അതെ, സക്ക കുടിപ്പിച്ചു. സക്ക യസ്കിയുടെ കർത്താവ് ഇസ്മു ഫായിലാണ് സാക്കിൻ. അതുകൂടെ പഠിക്കണം. സക്ക യസ്കി ദുർബലാക്ഷരം അവസാനം വരുന്ന ക്രിയയാണ്. അതിന്റെ കർത്താവാണ് സാക്കിൻ. അതാ യഹ്ദി ഹാദിൻ. സക്ക യസ്കി സാക്കിൻ. ദാ യദ്ഉ ദാഇൻ. ദുർബലാക്ഷരം അവസാനം വരുമ്പോൾ ഇസ്മു ഫായിലിന്റെ അവസാനത്തെ അക്ഷരം പോവും. പിന്നീട് നെസ്ബ് വരുമ്പോൾ ആ അടയാളം തിരിച്ചു വരും. പോയ അടയാളം തിരിച്ചു വരും. പോയ അക്ഷരം തിരിച്ചു വരും നെസ്ബ് വരുമ്പോൾ. യസുബ്ബു ലഹുമൽ ഖഹ്വ, അവർ രണ്ടുപേർക്കും ഗഹ്വ ഒഴിച്ചു കൊടുക്കുന്നു. മഹ്ദി, അദ്ഉക ലിസിയാറത്തി മഅഹദിന. അദ്ഉക, ഐ ഇൻവൈറ്റ് യു, ലിസിയാറത്തി മഅഹദിന, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ ഞാൻ താങ്കളോട് ക്ഷണിക്കുകയാണ്. ഹദ്ഹി ബിതാഖത്തി, ദിസ് ഈസ് മൈ കാർഡ്. എന്റെ കാർഡ് ഇതാ. ബിതാഖ, കാർഡ്, എന്റെ വിസിറ്റിംഗ് കാർഡ് ഇതാ. ഹദ്ഹി ബിതാഖത്തി വഫീഹാ ഉൻവാനി. ബിതാഖത്തുൻ വഫീഹാ ഉൻവാനി, there is my address.
ഉൻവാൻ അഡ്രസ്, എന്റെ ഉൻവാൻ അതിലുണ്ട്. ഉൻവാനുൽ മഹദി, അതെ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്രസ്സും അവിടെ അതിലുണ്ട്. ഉൻവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുമ്പോഴത്തേക്ക് അഡ്രസ് എന്നതിനപ്പുറം അതിന്റെ ലൊക്കേഷൻ, സ്ഥാനം, സ്ഥലം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്, അതിന്റെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥലവും അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അതിലുണ്ട്. ഇഹ ഉൻവാനി വ ഉൻവാനുൽ മഹദ് അൽ മുദീർ അന മദ്ഉവൻ ലഹുദൂരി മുഅ്തമരിൻ ഫി പാകിസ്ഥാൻ ബഅദ അശ്ഹുരിൻ. അന മദ്ഉവൻ, അപ്പോ ദഅ യദ്ഉവിന്റെ ജിസ്മുൽ മഫ്ഊലാണ് മദ്ഉ. ദഅ യദ്ഉ ദുർബലാക്ഷരം ഉള്ള ക്രിയയാണ് ദഅ യദ്ഉ. അതിന്റെ കർത്താവ് ഇസ്മുൽ ഫാഇൽ ദാഇൻ, ഇസ്മുൽ മഫ്ഊൽ മദ്ഉവൻ. നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കത് ഒത്തിരിയായിട്ട് തോന്നില്ല. ദാഇൻ മദ്ഉവൻ, വാവിന് ശബ്ദമുണ്ട്. അന മദ്ഉവൻ, ഐ ഹാവ് ബീൻ ഇൻവൈറ്റഡ്, ഞാൻ എന്ത് ചെയ്തതാണ്, ഞാൻ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഹുദൂരി, പ്രസന്റ് ചെയ്യുന്നതിന്, പ്രസന്റ് ആകുന്നതിന്, അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി. ഹുദൂർ, അപ്പൊ ഹളറ യഹ്ദുറുവിന്റെ ക്രിയാധാതു ഹുദൂർ. മുഅ്തമർ, ഇഅ്തമറ യഅ്തമിറു, ഇഅ്തമറ യഅ്തമിറു പഠിച്ചിട്ടുണ്ടോ? ഖുർആനിൽ പഠിച്ചിട്ടുണ്ടോ? جاء من أقصى المدينة رجل يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين. മൂസാ നബി അലൈഹി സ്വലാം ഒരാളെ ഇടിച്ചില്ലേ? അങ്ങനെ അടുത്ത ദിവസം വന്നപ്പോഴത്തേക്ക് വേറൊരുത്തിന് അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, അന്ന് ബഹളം ഉണ്ടാക്കിയ എന്താ പറയുക, മൂസാ നബി അലൈഹി സ്വലാമിയുടെ ആള് വേറൊരു ഭിത്തിയുമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അയാൾ അപ്പോഴും സഹായത്തിന് വിളിച്ചു. അപ്പൊ പറഞ്ഞു, നീ ഒരു കുരുത്തം കെട്ടം തന്നെയല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ മറ്റേയാൾ പിടിക്കാൻ പോയതാണ്. ഏത് തിബിത്തിയെ, ഇയാൾ അടിച്ച ആളിനെ പിടിക്കാൻ പോവുകയാണ്. പക്ഷെ മറ്റേയാൾ വിചാരിച്ച്, മൂസാ നബി അലൈഹി സ്വലാമിയുടെ ആൾ വിചാരിച്ച് അയാളെ പിടിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഇന്നലെ മറ്റേയാളെ കൊന്നവരെ എന്നെ നീ കൊല്ലല്ലേ എന്ന് വിളിച്ചു. അപ്പോ ജനം മനസ്സിലാക്കി ഇയാളാണ് കഴിഞ്ഞ പ്രാവശ്യം കൊന്നതെന്ന്. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഒരാള് പട്ടണത്തിന്റെ അങ്ങേറ്റത്ത് നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞത്, ഇന്നൽ മല, ഇവിടത്തെ പ്രമാണിമാർ, യഅ്തമിറൂന, അവരെന്ത് ചെയ്യുന്നു, പ്രമാണിമാർ ഒരുമിച്ച് കൂടുന്നതിനാണ് ഈ ഇത്തമറ എന്ന് പറഞ്ഞത്. മലയാളത്തിൽ എന്ത് പറയും? ഉച്ചകോടി. മുഅ്തമർ എന്ന് പറയുന്നത് ഉച്ചകോടി, ഉന്നതതല സമ്മേളനം. ഒരു മഹാസമ്മേളനത്തിന് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അന മദ്ഉവൻ ലഹുദൂരി മുഅ്തമർ. എന്താ ഇതിന് നോക്കട്ടെ. മുഅ്തമർ കോൺഫറൻസ് എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഉംറക്കും പറയില്ല, അത് ഐനാണ്. ഐന് ഞാൻ പറഞ്ഞപ്പോ ഐനാണെന്ന് തോന്നിയോ നിങ്ങൾക്ക്? ഇന്നൽ മലഅ യഅ്തമിറൂന ബിക. കോൺഫറൻസ് നിങ്ങൾ വായിച്ച ഓർമ്മയുണ്ടോ അൽ ഖസസ് അധ്യായത്തില്? നമ്മൾ ഈ ഖുർആൻ ഇങ്ങനെ അർത്ഥം അറിഞ്ഞ് വായിച്ചാണല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ അർത്ഥം അറിഞ്ഞിങ്ങനെ വായിച്ചു നോക്കുക. ഒരുപാട് നമ്മൾ പഠിക്കുന്ന വാക്കുകളിൽ അതിലേക്കാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു പക്ക ഇസ്ലാമിസ്റ്റ് ആണ്. ആര്? നമ്മുടെ ഈ ഡോക്ടർ അബ്ദുർ റഹീം എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഹിസ്റ്ററിയിൽ. അവരൊന്നും വലിയ പ്രഭാഷകന്മാരോ അതുപോലുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല, പ്രസിദ്ധരോ ആയിരിക്കില്ല. മറിച്ച് എന്താണ്, അവർ കാമാൻ കോയറ്റായിട്ട് ഇസ്ലാമിക സേവനം നടത്തിക്കൊണ്ടിരിക്കും. ഇത് എന്തുമാത്രം ജനങ്ങൾ പഠിക്കുന്ന പുസ്തകമാണിത്. അപ്പൊ ഇതില് ഉള്ള വാക്കുകളൊക്കെ എന്താണ്, ഖുർആനിനടുത്ത ബഹുഭൂരിപക്ഷം വാക്കുകളും ഖുർആനിനടുത്ത വാക്കുകളാണ്. അതേപോലെ ഖുർആനിനടുത്ത ആയത്തുകള്, ഹദീസുകള്, ആ തരത്തിലാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. മുഅ്തമർ,
അപ്പൊ മുഅത്തമർ ഇത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഖുർആനിലെ വാക്കുകളിലേക്ക് കണക്ട് ചെയ്താൽ ആദ്യം നമുക്ക് ഓർമ്മയ്ക്ക് ഇത് നമുക്ക് ഓർമ്മ. അപ്പൊ മുഅത്തമർ ഹുദൂരി മുഅ്തമർ. എന്താണ്? ഹുദൂരി കേട്ടില്ല. ഹുദൂരി മുഅ്തമർ. അല്ലേ, ഹുദൂരി ഹാജരാകുന്നതിന് വേണ്ടി മുഅത്തമരിൻ സമ്മേളനത്തിൽ, കോൺഫറൻസിൽ ഫി പാകിസ്ഥാനിലുള്ള ഒരു സമ്മേളനത്തിന് ഹാജരാകുന്നതിന് എന്നെ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ബഅദ അഷ്കുരിൻ, ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. എ ഫ്യൂ മന്ത്സ് എന്ന് കിട്ടി. ഇവിടെ അഷ്കുർ നക്കലായിട്ടാണ് ഉപയോഗിച്ചത്. ചില മാസങ്ങൾക്ക് ശേഷം. സഅൻതസിഹു ഹാദിഹിൽ ഫുർസത, ആ അവസരം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിന്റെ മറ്റൊരു പ്രയോഗമാണ് ഇൻതസഹ. ഫുർസത്ത് എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി. ഫുർസത്താണ് ഓപ്പർച്യൂണിറ്റി. ഇൻതസഹ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഞാൻ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വാക്ക് നേരത്തെ? എന്താ വാക്ക് പറഞ്ഞത്? ഇഗ്തനമ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇഗ്തനമ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ഇവിടെ എന്താണ്? ഇവിടെ ഇൻതഹസ എന്ന വാക്കാണ്. രണ്ടും ഏകദേശം ഒരേപോലെയാണ്. ഇവിടെ തനസ്സുഹ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ആഹ്ലാദവും സന്തോഷവും കൂടുതലാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതിന് എനിക്ക് സന്തോഷമുണ്ടെന്ന അർത്ഥത്തിലാണ്. എന്താണ്? സഅൻതഹിസു എന്ന് പറഞ്ഞാൽ ഐ വിൽ യൂട്ടിലൈസ്, ഉപയോഗപ്പെടുത്തും, പ്രയോജനപ്പെടുത്തും എന്നർത്ഥമാണ്. ഹാദിഹിൽ ഫുർസത്ത, ഈ അവസരം. വ അസൂറു മഅഹദക്കും, ഐ വിൽ വിസിറ്റ് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട്, or I shall visit your institute, inshallah, if Allah wills. Allah ഉദ്ദേശിച്ചാൽ. അസ്സാഖി, ഇവിടെ നേരത്തെ പറഞ്ഞ ഈ വാക്ക് നമുക്ക് പഠിക്കാനുള്ള വാക്കായിട്ടാണ് പരിഗണിക്കേണ്ടത്. കാരണം എന്താണ്? ഇവിടെ സാഖി യാ ഉള്ള വാക്ക് വന്നു, ഇവിടെ സാഖിൻ യാ ഇല്ലാതെ വന്നു, അല്ലേ? ഇവിടെ സാഖിൻ എന്നത് തൻവീൻ ഉള്ളത് കൊണ്ടാണ് യാ കളഞ്ഞത്. കാരണം തൻവീൻ വന്നാൽ ലമ്മു തൻവീനാണ് കൊടുക്കേണ്ടത്. ലമ്മ് യാന്റെ മുകളിൽ കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? തൻവീൻ കളഞ്ഞിട്ട്, അല്ല, ആ അക്ഷരം കളഞ്ഞിട്ട് തൻവീൻ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിലേക്ക് കൊടുത്തു, സാക്കിൻ എന്ന് പറഞ്ഞു. അപ്പൊ അലിഫ്ലാം വരുമ്പോൾ തൻവീൻ ഇല്ല. അതുകൊണ്ട് യാ അവിടെ തന്നെ നിർത്തും. അസ്സാഖി എന്ന് പറയും. അസ്സാഖി. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദാഇൻ വരുമ്പോ അൽ വന്നാൽ അദ്ദാഇ. അതേപോലെ ഫെയിലുൽ മാളി എന്ന് പറയാൻ പറ്റൂല, ഫെയിലു മാലിൻ എന്നേ പറയാൻ പറ്റൂ. അൽ വന്നാല് അൽ ഫെയിലുൽ മാളി, അൽ വന്നാൽ അൽ മാളി എന്ന് പറയാൻ പറ്റും. അപ്പൊ അസ്സാഖി പറയാണ്, അസുബുലൊക്കെ മസീദൻ മിനൽ ഖഹ്വതി യാ ഷേഖു. ഷേഖിന് ഞാൻ അസുബു. അപ്പൊ സബ്ബ യസുബു എന്നുള്ള വാക്ക് നമുക്ക് പഠിക്കണം. സബ്ബ എന്താണ്? ചൊരിഞ്ഞു. അതെന്താണ്? സബ്ബ യസുബു എന്നുള്ളത് ഷദ്ദുള്ള ക്രിയയാണ്. ഷദ്ദുള്ള ക്രിയ മുളഅഫ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സാലിമല്ലാത്ത ക്രിയകളുടെ ഒരു ഇനമാണ് മുളഅഫ്.
സബ്ബ യസുബു. സബ്ബ യസുബുവിന്റെ കൽപ്പനയാണെന്ത്? ആ സുബ്ബ. സുബ്ബ സുബ്ബു. ആ സുബ്ബ സുബ്ബു എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? സുബ്ബു. ആ സുബ്ബു ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൻ ദറഅഹാ 70 ദിറാഅൻ ഫസ്ലുകൂഹു. അതേപോലെ ഏതൊരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് സുബ്ബു സുബ്ബു ചുരിയപ്പെടും, ഒഴിക്കപ്പെടും. സബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് എന്ന് പറഞ്ഞില്ലേ? ആ സബ്ബ യസുബ്ബു എന്ന് പറഞ്ഞ ആ വാക്ക് അവിടെയുണ്ട്. സബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞു. അന്നാ സബബിനൽ മാഅ സബ്ബൻ. സബബിനൽ മാഅ സബ്ബൻ സൂറത്തു അബസ്. കുത്തിച്ചൊരിഞ്ഞു, കുത്തി ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ശക്തിയായി ഒഴിച്ചു എന്നർത്ഥം. ഇവിടെ ആ സുബ്ബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒഴിച്ചേട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ശക്തിയായി ഒഴിക്കലൊന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. ആ സുബ്ബുലൊക്കെ മസീദ മിന കഹ്വത്തി, കൂടുതൽ കഹ്വ ഒഴിച്ചു തരട്ടെ ഈ ആശയത്ത്. അപ്പോ മഹ്ദി പറഞ്ഞു ലാ ശുക്രൻ വ ശുക്രൻ, നോ താങ്ക്സ്. താങ്ക്സ് പറഞ്ഞ രണ്ടർത്ഥം, ശുക്രൻ രണ്ട് രീതിയിലും പറയും. തരുമ്പോൾ തരുന്നതിന് ശുക്ർ പറയും, ലാ ശുക്രൻ എന്നും പറയും, നോ താങ്ക്സ്. അസ്തഇദിനുകൽ ആൻ. ഇസ്തഇദന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചു. ഇസ്തഇദന അനുവാദം ചോദിച്ചു. നിങ്ങളോട് അനുവാദം ചോദിക്കുന്നു. ആ അസ്തഇദിനുക, I take your permission അൽആൻ യാ ഫദീലത്ത ഷേഖി. യാ വന്നുകൊണ്ട് അല്ല, ഫദീലത്ത ഷേഖ് ആയതുകൊണ്ട്, ഫദീലത്ത് ഷേഖിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ഫദീലത്ത, യാ ഫദീലത്ത ഷേഖി. ജസാക്കല്ലാഹു ഖൈറൻ. അല്ലാഹ് താങ്കൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. ഗ്രൂപ്പിൽ പെട്ട. അതെ, ഇസ്തഗ്ഫറ ഗ്രൂപ്പ്. അത് മുതിർ. ഇലൽ ലിഖാ. ഇലൽ ലിഖാ. ഇലൽ ലിഖാ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇലൽ ലിഖാ ബിഇദ്നില്ലാ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലൽ ലിഖാ എന്ന് പറഞ്ഞാൽ സീ യു അഗൈൻ. ഇലൽ ലിഖാ. സഹിബത്തുക സലാമതു ഫിൽ ഖൽബി വത്തർഹാൻ. സഹിബത്തുക അസ്സലാമത്തു. നമ്മൾ റളിയല്ലാഹു അൻഹു പറയുമ്പോഴത്തേക്ക് മാലിയായിട്ടല്ലേ പറഞ്ഞത്, അതേപോലെ പ്രാർത്ഥനയാണ് സഹിബത്തുക അസ്സലാമത്തു ഫിൽ ഹല്ലി വത്തർഹീൽ, യാത്രയിലുടനീളം. ഫിൽ ഹല്ലി വത്തർഹീൽ. ഹല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങി. തർഹീൽ യാത്ര. തർഹീൽ യാത്രയിലും ഇറങ്ങി താമസിക്കുന്നതിലും എന്ന് പറഞ്ഞാൽ യാത്രയിലുടനീളം. സഹിബത്തുക സലാമത്തു, നിനക്ക് സമാധാനം നിന്നോടൊപ്പം ഉണ്ടാകട്ടെ. സഹിബ എന്ന് പറഞ്ഞാൽ സഹവസിച്ചു. സഹിബത്തുക സലാമത്ത് ആണ് അതിന്റെ കർത്താവ്. അതുകൊണ്ട് അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് സഹിബത്തുക എന്ന് പറഞ്ഞത്. സലാമത്ത് ഫിൽ ഹല്ലി വത്തർഹാൽ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ട്രിപ്പ്. അതൊരു എന്താ പറയാ പ്രാർത്ഥനയാണ്. ഇതിൽ ഒന്നിച്ച് തന്നെ ഇതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. സഹിബത്തുക സലാമത്ത് ഫിൽ ഹല്ലി വത്തർഹാൽ എന്ന് പറഞ്ഞാൽ മേ സേഫ്റ്റി ബി യുവർ കമ്പാനിയൻ while you stay and while you travel.
നമുക്ക് പിന്നെ എന്താ പറയാ പവർ ഇത് വന്നിട്ടുണ്ട്.